നമുക്ക് ഞാൻ ഡെയിലി മേക്കപ്പ് ഡെയിലി എന്നല്ല, ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന എപ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു മേക്കപ്പ് എന്ന് ഞാൻ ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യാറില്ല. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ കുളി കഴിഞ്ഞ് വന്നതാണ്, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ മുഖം നനഞ്ഞൊരു ടവൽ വെച്ച് തുടക്കുന്നുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല, കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു ഇതുമില്ല കേട്ടോ. ഞാൻ ആദ്യം ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നതിന് മുന്നായിട്ട് മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യും. ഇത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മുഖത്ത് എല്ലായിടത്തൊന്ന് തേച്ചൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കും. എടുത്തത് ഇത്തിരി കൂടിയിട്ടാണ്. നന്നായിട്ട് ജസ്റ്റ് ഒരു പേപ്പർ കൊണ്ട് തുടച്ച്, നനഞ്ഞ ടവൽ കൊണ്ട് തന്നെ തുടയ്ക്കുള്ളൂ കേട്ടോ ഞാൻ. ഞാനൊന്ന് ജസ്റ്റ് ഒരു 2 തുള്ളി അല്ല ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ചെയ്യുന്നത് സൺസ്ക്രീനാണ്. അത് ഞാൻ വീട്ടിലാണെങ്കിലും യൂസ് ചെയ്യും. കഴിഞ്ഞു കേട്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അത് തീർന്നു. ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്, എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യും. ഡെയിലി അല്ല, ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 13 വയസ്സ് തുടങ്ങി ഞാൻ ഫെയർ ആൻഡ് ലവ്ലി യൂസ് ചെയ്യുന്നതാണ്. എനിക്കങ്ങനെ വേറെ ക്രീമുകൾ അധികം ഒന്നും ഞാൻ പറ്റാറില്ല. ഫെയർ ആൻഡ് ലവ്ലിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രീം.
നല്ലപോലെ വെട്ടി അത് കഴിഞ്ഞിട്ട് പൗഡർ. അതിപ്പോൾ ഞാൻ എപ്പോഴും കൊട്ടിക്കൂറയാണ് യൂസ് ചെയ്യാറ്. ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് പോൺസിൻ്റെ ആയിരിക്കും. പൗഡർ വീണിട്ടിട്ടോ. ഇതാണ് എൻ്റെ മുഖത്തിന്. ഇനി പലരും പല രീതിയിലാണ് കേട്ടോ ചെയ്യുന്നതൊക്കെ. ഞാൻ എൻ്റെ ഇതാണ് അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ചെറിയ രീതിയിൽ ചെയ്യുന്നുള്ളൂ. ഞാൻ ത്രെഡ് ചെയ്തിട്ട് നാട്ടിൽ പോയപ്പോൾ പ്രാവശ്യം ത്രെഡ് ചെയ്താണ്. നാട്ടിൽ പോയപ്പോൾ ചെയ്താണ്, പിന്നെ ചെയ്തിട്ടില്ല. ഇവിടെ ത്രെഡ് ചെയ്യാൻ പറ്റില്ല. അതിനി ഒന്ന് പിന്നെ ലിപ്സ്റ്റിക്ക് എനിക്ക് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇത്രയും ഷെയ്ഡാണ് കേട്ടോ. വേറെ ഷെയ്ഡുകളുണ്ട്, പക്ഷെ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ഇതാണ്. പക്ഷെ ഞാനിത് അധികം യൂസ് ചെയ്യുന്നില്ല. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് തീർന്നുകൊണ്ട് ഞാൻ അങ്ങനെ അധികം ഇപ്പം യൂസ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് ഈ ഒരു മിക്ക ദിവസങ്ങളിലും ഇതാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് മുന്നേ ലിപ് ലൈൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് പല കളറുണ്ടെങ്കിലും ഞാനെപ്പോഴും എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ്. ഇതാ എന്ന് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കും. ചിലവർ ആദ്യമായിരിക്കും ലിപ് ബാം ഇടാം. ഞാനിടുന്നത് ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷമാണ് ഞാൻ ലിപ് ബാം ഇടുന്നത് കേട്ടോ. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമുള്ള. കഴിഞ്ഞു. ഇനി ചെയ്യുന്നത് കണ്ണെഴുതാന്നുള്ളതാണ്. കണ്ണെഴുതിയിട്ടുണ്ട്. കണ്ണിൻ്റെ എവിടെയെങ്കിലും ഒരു ഇത്തിരി ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ക്യാമറയിൽ ശരിക്കും അങ്ങനെ കാണുന്നില്ല കേട്ടോ. തുടച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതെഴുതാൻ എനിക്കറിയില്ല. എഴുതി പഠിച്ച് വരുന്നുള്ളൂ.
ഇപ്പുറത്തെ കുറേ ആയിട്ടുണ്ട്, ഈ സൈഡിൽ കുറേ ആയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഇത് എഴുതാനായിട്ട്. കഴിഞ്ഞില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു പൊട്ട് കിടന്നുണ്ട്. നഖത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയതുകൊണ്ടാണ് തോന്നുന്നു പൊട്ട് കാണുന്നില്ല. ഇനി പൊട്ട് വെച്ച് ഇങ്ങനെ ഒരു വരാൻ നോക്കും. പൊട്ട് വെച്ചത് കറക്റ്റാണ്. ചെറുതായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറി തൊടാന്നുള്ളത്, ഭയങ്കര ഇഷ്ടമാണ്. ചെറിയൊരു ഇതും കുറി മഞ്ഞൾ നമുക്ക് കുങ്കുമം. ഇനി നമുക്ക് കമ്മലിടാം. എനിക്ക് ഞാൻ എപ്പോഴും ഡെയിലി യൂസിങ് എനിക്ക് ഇങ്ങനത്തെ കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന കമ്മൽ. ജോലിക്ക് പോയാലും ജോലിക്ക് പോകുമ്പോഴും വീട്ടിൽ പോകുമ്പോഴും വീട്ടിലാണെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്നത് ഈ കമ്മലാണ്. പിന്നെ എനിക്ക് നെറ്റ് ഇങ്ങനെ കൂടുതലുള്ളതുകൊണ്ട് ഇങ്ങനെ എനിക്ക് നേരെ മുടിയിടണമെന്ന് അങ്ങനെ വലിയൊരു ഇഷ്ടമുള്ള കേസല്ല. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ കുളി കഴിഞ്ഞ് വന്നതാണ്. എൻ്റെ ശരിക്കും ഞാൻ ചെയ്യുന്നത് മുടി എനിക്ക് ഇങ്ങനെ ഈരാറുമില്ല, മുടി കോന്താറില്ല, അങ്ങനെ ഒന്നും ചെയ്യാറില്ല ഞാൻ കേട്ടോ. ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് മുടി എപ്പോഴും എൻ്റെ ഇവിടെ ഉണ്ടാവും. അത് നെറ്റ് കയറിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് നെറ്റിയുടെ ഇതറിയാതെ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞത് ഇങ്ങനെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഇട്ട് കൊടുക്കും. ഇതാണ് എൻ്റെ മേക്കപ്പ്. ഇങ്ങനെയാണ് ഞാൻ സ്ഥിരം ഇത് ചെയ്യുന്നത്. ഒന്നുകിൽ ഈ സൈഡിലേക്ക് ഇടും, അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് ഇടും. കൂടുതലും ഞാൻ ഇടുന്നത് ഇപ്പോഴത്തെ സൈഡിലേക്കായിരിക്കുള്ളൂ. എനിക്ക് എന്തോ എനിക്ക് ഇഷ്ടം, എനിക്ക് വലത്തെ സൈഡിലേക്ക് ഇടുന്നതാണ് ഒരു ഇത്. ഇതാണ് എൻ്റെ സ്റ്റൈൽ. ഇങ്ങനെയാണ്, ഇത്രയാണ് ഞാൻ ചെയ്യുന്ന സാധാരണ ഞാൻ ചെയ്യുന്ന മേക്കപ്പ് കാര്യങ്ങൾ. ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഇത്രേ ഉള്ളൂ. ചെറുതായിട്ടൊരു നമുക്കേ ഒരു ജസ്റ്റ് ഒരു സ്മെല്ല് നന്നായിട്ടുണ്ടാവും.
ഇതും കൂടി ചെയ്യും.